ഒരു നാട്ടിലേക്ക് ഇറങ്ങി ഒരു വീട്ടിലോട്ട് ഒരു പുലി ആ മനുഷ്യനെ പിടിക്കാൻ വന്ന അതിനെ വെടിവെച്ച് വന്ന അവനെ തൂക്കി അകത്തിടാത്ത രീതിയിലെങ്കിലും നിയമം മാറ്റാൻ നമ്മുടെ സംസ്ഥാനത്തിന് പറ്റുമോ ചുരുങ്ങിയ പക്ഷം? തീർച്ചയായിട്ടും പറ്റും. സംസ്ഥാനത്തിനുള്ള അധികാരമുണ്ട്. അതായത് സ്വരക്ഷ എന്ന് പറയുന്ന സംഗതി പഴയ CRPC ആണെങ്കിൽ 96 മുതൽ 104 വരെയുള്ള സെക്ഷൻ, BNSS ആണെങ്കിൽ 34 മുതൽ 44 വരെയുള്ള സെക്ഷൻ, സ്വന്തം രക്ഷ, സെൽഫ് ഡിഫൻസ്, പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അപ്പൊ എന്നെ ഒരാൾ ആക്രമിച്ചാൽ, ഒരു കടുവയോ പുലിയോ മനുഷ്യനെ ആക്രമിച്ചാൽ പോലും എന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അവരെ കൊല്ലാം. അതിന് കേസെടുക്കണോ വേണ്ടയോ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ഇടുക്കി ജില്ലയിൽ മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് ഒരു പുലിയെ കൊന്നിരുന്നു. ഈ പുലിയും കടുവയ്ക്ക് ഒരേ ഷെഡ്യൂളാ. ആ പുലിയെ കൊന്ന ഗോപാലനെതിരെ കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വനം മന്ത്രി AK ശശീന്ദ്രനാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട് വെച്ച് പറഞ്ഞാണ് അങ്ങനെ ഒരു തീരുമാനം. പുലിയെ കൊന്നിട്ട് കേസെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അത് ബാക്കിയുള്ളവർക്ക് മുഴുവൻ കൊടുക്കുന്നില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണം. അതവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ. വനത്തിന് വെളിയിൽ ഇറങ്ങുന്ന മൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധത്തിന്റെ ഭാഗമായി അതിനെ കൊല്ലുകയോ മറ്റു രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയോ ചെയ്താൽ കേസെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ പിണറായി വിജയൻ മതി, LDF സർക്കാർ മതി. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? സെക്ഷൻ BNSS 34 മുതൽ 44 വരെ സജീഷ് നോട്ട് ചെയ്യുക. അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സജീഷ് പറയട്ടെ, ഞാൻ മറുപടി പറയാം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഏജൻസി സാർ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് പണ്ടൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു എന്നുള്ള ചോദ്യം ഏജൻസി സാർ ചോദിക്കുന്നുണ്ട്. കടുവയുടെ കാര്യത്തിൽ നമ്മുടെ ക്യാമറ ട്രാപ്പ് വെച്ചിട്ട് കടുവയുടെ എണ്ണം എടുക്കാൻ തുടങ്ങിയത് 2006 2006 കേരളത്തിലുള്ള മൊത്തം കടുവകൾ 44 എണ്ണേ ഉള്ളൂ. 2023 കണക്ക് 213 വയനാട്ടിൽ മാത്രം 80 കടുവകളാണ് വയനാട്ടിലുള്ളത്. എണ്ണം പെരുകി. കേരളത്തിന്റെ വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിൽ കൂടുതൽ എണ്ണം പെരുകി എന്നുള്ള പ്രശ്നം. അതിന്റെ ദീർഘകാല പരിഹാരം എണ്ണം കുറയ്ക്കുക എന്നുള്ളതാ. അതിന് നിലവിലെ നിയമത്തിൽ വകുപ്പുണ്ട്. ഞാൻ സജീഷ് T സിദ്ദിഖ് അടക്കമുള്ള MLA അറിവിലേക്ക് പറയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 12B എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. സയന്റിഫിക് മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ്. അതായത് 2021 അമെന്റ്മെന്റിൽ വന്നതാണ്. അത് പ്രകാരം എണ്ണം കൂടുതലുള്ള മേഖലയിൽ നിന്ന് കടുവ അടക്കമുള്ള മൃഗങ്ങളെ സോഴ്സ് ഏരിയയിൽ നിന്ന് എണ്ണം കുറഞ്ഞ ഏരിയയിലേക്ക് മാറ്റാൻ പറ്റും. ഞാൻ സജീഷിനോട് ചോദിക്കുകയാണ്, 80 കടുവ വയനാട്ടിൽ പറ്റില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ 80 കടുവ കാട്ടുപന്നികൾ ആകാശത്ത് പൊട്ടി വീണതാണോ ഏഞ്ചൽസ് നായർ? നാട്ടിലിറങ്ങി മേയുന്ന ഉള്ള മനുഷ്യന്റെ കൃഷി മൊത്തം നശിപ്പിക്കുന്ന ആൾക്കാരെ തേറ്റ കൊണ്ട് കുത്തിയിറക്കുന്ന കുത്തിക്കൂടുന്ന ഈ കാട്ടുപന്നികൾ ആകാശത്ത് പൊട്ടി വീണതാണോ? കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ? എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കോ ഏഞ്ചൽസ്? 80 കടുവകൾ വയനാട്ടിൽ കൂടുതലാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് കൂടി അല്ല നീണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം പറഞ്ഞൊരു വിഷയത്തിൽ അദ്ദേഹത്തിന് കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതായത് അദ്ദേഹം CRPCയുടെ കാര്യം പറഞ്ഞു. ക്രിമിനൽ നടപടിക്രമം CRPC 133 വകുപ്പ് പ്രകാരം അക്രമകാരികളായ വെടിവെച്ച് അധികാരം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അല്ല പറയട്ടെ താങ്കൾ പറയാത്തത് ശരി അങ്ങനെ തർക്കിക്കണ്ട. അല്ല ഞാൻ തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. ഞാൻ പറയാത്ത കാര്യം ഞാൻ പറയട്ടെ സുഹൃത്തെ, പറഞ്ഞു തീർന്നിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സമ്മതിച്ചു എന്റെ വീട്ടിലേക്ക് ഒരു കടുവനെ ആക്രമിക്കാൻ വന്ന ഞാൻ അതിന് എന്തെങ്കിലും ചെയ്താ ഒരു കസേര മണ്ട അടിച്ച് കീറിയ ഒന്നും എനിക്കെതിരെ കേസ് വരില്ല എന്നൊരു ഉറപ്പ് പറയാൻ സർക്കാരിന് പറ്റുമോ? അത്രേ മതി. ഞാൻ പറയട്ടെ ഹാഷ്മി, ഒന്ന് താങ്കൾക്ക് ഉൾപ്പെടെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ക്രിമിനൽ നടപടിക്രമം CRPC 133 പ്രകാരം വകുപ്പ് പ്രകാരം അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് പരിശോധിച്ചതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മാത്രമേ ഒരു വന്യജീവിയെ കൊല്ലാൻ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 11ാം വകുപ്പ് അനുവദിക്കുള്ളൂ എന്നും CRPC 33 ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അപ്രകാരം വന്യജീവിക്കെതിരായി നടപടി സ്വീകരിക്കാൻ ഈ വകുപ്പ് ജില്ലാ കളക്ടറെ അനുവദിക്കില്ല എന്നും WPC നമ്പർ 13204/2021 നമ്പർ കേസിലെ അതായത് 19/2/24 ഉത്തരവിൽ കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസ്തുത നിയമത്തിലെ ഈ വ്യവസ്ഥ മാത്രമല്ല ഇവിടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇത്തരം നടപടിക്രമങ്ങൾ വീണ്ടും കർശനമാക്കിക്കൊണ്ട് 30/1/2013 ഉത്തരവ് പ്രകാരം NTCA
കേന്ദ്ര ഗവൺമെന്റ് കർശനമായി വീണ്ടും ഈ മേഖലയിൽ ശരി. നടപ്പിലാക്കാൻ ഓക്കെ, വ്യക്തത വന്നോ? കടുവ കടിക്കാൻ വരുമ്പോൾ നമുക്ക് വകുപ്പ് പറഞ്ഞ് കേൾപ്പിക്കാം. നിൽക്കുന്നത് കാണാതെ കടുവ ചാടി വരുമ്പോൾ നമുക്ക് വകുപ്പ് കാണിക്കാം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഇപ്പോഴത്തെ കേന്ദ്ര വകുപ്പില്ല. അല്ല ഇപ്പോഴത്തെ കേന്ദ്ര നിയമപ്രകാരം അത് മാത്രം പോരാ. സജീഷേ, അതല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് പറ. കേന്ദ്ര നിയമം അവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള പരിക്ക് ചോദ്യം. വിലയിരുത്തണം, ഓട്ടോമാറ്റിക് കൂട് സ്ഥാപിക്കണം, ക്യാമറ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കേന്ദ്രം പറയും സംസ്ഥാനമാണ്, സംസ്ഥാനം പറയും കേന്ദ്രമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മലയോര മേഖലയിൽ മനുഷ്യന്റെ ചോര ഒഴുക്കും. ഇത് പുതിയ കാര്യമാണ്. ശരി, ഇടവേള കഴിയുന്നതിന് ഇടവേളയ്ക്ക്